ഓം ശ്രീരാമചന്ദ്രായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 27ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാവണൻ വാനരന്മാരെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ തൻ്റെ ഒരു ദൂതനിൽ നിന്നിതാ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും കേൾക്കുക. രാമന് വേണ്ടി വിക്രമം കൊള്ളുന്ന യൂതപാലന്മാരെ കുറിച്ച് ഞാൻ പറയാമെന്ന് സാരൻ എന്ന് പറയുന്ന ദൂതൻ ബോധിപ്പിക്കുകയാണ് രാവണനെ. താം സ്തുതേ സംപ്രവക്ഷ്യാമി പ്രേക്ഷമാണസ്യ യൂതപാൻ രാഘവാർത്തേ പരാക്രാന്തായേന രക്ഷന്തി ജീവിതം. തൃക്കൺ പാർക്കുന്ന ഭവാനോട് ഞാൻ ഉയിര് കാക്കാതെ രാമനു വേണ്ടി വിക്രമം കൊള്ളുന്ന യൂതപാലന്മാരെ കുറിച്ച് പറയാം. ഘോര കർമാവായിരിക്കുന്ന ഏതൊരുവന്റെ നീണ്ട വാലില് വെളുത്തും ചുവന്നും മഞ്ഞച്ചും സ്നിഗ്ധമായും ദീർഘിച്ചും നിവർന്നുമുള്ള രോമങ്ങള് സൂര്യൻ രശ്മികൾ പോലെ പ്രകാശിക്കുന്നുവോ, നിലത്തിഴയുന്ന വാലുള്ള ഹരൻ എന്ന് പറയുന്ന വാനരനാണ് അവൻ. വൃക്ഷങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേഗത്തില് ലങ്കയിലേറാൻ ഒരുങ്ങിയ 100,000 വാനരന്മാര് ഇവന്റെ പിന്നാലെ നടക്കുന്നു. നീലമേഘം പോലെ നീലാഞ്ചന നിറം പൂണ്ടവരും പോരിൽ സത്യപരാക്രമികളായവരും സമുദ്രത്തിന്റെ മറുകരയിലെ മണ്ഡരികൾ പോലെ എണ്ണിത്തീർക്കാനാവാത്തതും അനിർദ്ദേശ്യന്മാരുമായ വാടരാജാവിന്റെ കിങ്കരന്മാരായ യൂതപന്മാര് അടുത്തു നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? പർവ്വതേഷു ചയേ കേജിൽ വിഷയേഷു നദീഷു ച. രാജാവെ, പർവ്വതങ്ങളിലും പുഴകളിലും നാടുകളിലും പാർത്തിരുന്ന അത്യുഗ്രന്മാരായ വൃക്ഷന്മാര് അങ്ങയെ എതിർക്കുന്നു. അല്ലയോ മന്നവ, ഇവരുടെ നടുവിൽ നിൽക്കുന്നവനും ഭീമാക്ഷനും ഭീമദർശനനും കാർമേഘങ്ങളാൽ ചൂഴപ്പെട്ട പർജന്യനെ പോലെ പരിവാരസമേതനും നർമ്മദാജലം നുകർന്നുകൊണ്ട് വൃക്ഷപർവ്വതത്തിൽ വാഴുന്നവനുമായ ഇവൻ സർവ വൃക്ഷന്മാരുടെയും അധിപതിയായ ധൂമ്രൻ എന്ന പേരുള്ള പടനായകനാണ്. അവന്റെ അനുജനും ആകൃതിയിൽ സഹോദര സമാനനും പരാക്രമത്തിൽ മികച്ചവനും പർവ്വതോപവനുമായവനെ അങ്ങ് നോക്കുക. മഹായൂതപയൂതപനും പ്രശാന്തനും പോരിൽ പരാക്രമശാലിയും ഗുരുസേവകനുമായ ഇവനാണ് ആ ജാമ്പവാൻ എന്ന് പേരുള്ളവൻ. യഥേന സാഖ്യം തു മഹൽകൃതം ശക്രസ്യ ധീമതാ ദേവാസുരേ ജാമ്പവതാ ലബ്ധാശ്ച ബഹവോ വരാ. ബുദ്ധിശാലിയായ ഈ ജാമ്പവനും ദേവാസുര യുദ്ധത്തില് ഇന്ദ്രന് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അനേകം വരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഇവന്റെ അമിതോജസ്യകളും രാക്ഷസ പിശാച തുല്യന്മാരും പടുകുറ്റന്മാരും കാലിനെ കൂസാത്തവരുമായ സൈന്യങ്ങള് പർവ്വതാഗ്രങ്ങളിൽ കയറി കാർമുകിലിനൊത്ത കല്ലുകള് ഉരുട്ടിയിടുന്നു. എങ്ങും ചുറ്റി നടക്കുന്നു. ചൊടിച്ചുകൊണ്ട് ചാടാനൊരുങ്ങി നിൽക്കുന്ന യൂതപയൂതപനായ ഇവനെ സർവ്വവാനരന്മാരും നോക്കി നിൽക്കുന്നു. യേശരാജൻ സഹസ്രാക്ഷം പര്യുപാസ്തേ ഹരീശ്വര ബലേന ബല സംയുക്തോ ദംഭോ നാമൈഷ യൂതപാം. ബലശാലിയായ ഈ കപീശ്വരൻ ബലം കൊണ്ട് ഒമ്പർകോനെ ഉപാസിക്കുന്ന ദംഭൻ എന്ന യൂതപനാണ്. ഏതൊരുവൻ സഞ്ചരിക്കുമ്പോൾ പാർശ്വം കൊണ്ട് 1 യോജന ദൂരത്തിലുള്ള ശൈലത്തിൽ സ്പർശിക്കുമോ, മേൽപോട്ട് മേനി വലുപ്പത്തിൽ 1 യോജന ഉയര ഉള്ളതാർക്കോ, നാൽക്കാലികളിൽ ആർക്കും ആരെക്കാൾ വലുതായ രൂപമില്ലയോ, വാനരന്മാരുടെ പിതാമഹനായ സന്നാതൻ എന്ന് കേൾവി കേട്ടവനാണ് ഇവൻ. ഏന യുദ്ധം തഥാദത്തം രണേ ചക്രസ്യ ധീമതാ. ബുദ്ധിമാനായ ഇവൻ ഇന്ദ്രനു വേണ്ടി യുദ്ധം ചെയ്തു. യൂതപനായ ഇവന് തോൽവി തട്ടിയതുമില്ല. വിക്രമത്തില് ശക്രന് തുല്യമാണ് ഇവന്റെ പരാക്രമം. ഇവൻ ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി അഗ്നിക്ക് ഒരു ഗന്ധർവ കന്യകയില് ജനിച്ചവനാണ്. ഞാവൽ മരങ്ങൾ നിറഞ്ഞതും അനേകം കിന്നരന്മാർ വസിക്കുന്നതും വൈശ്രവണൻ രാജാവായി വാഴുന്നതും പർവ്വതങ്ങളുടെ രാജാവുമായ ഏതൊന്നില് നിന്റെ സഹോദരൻ നിത്യവും സുഖമായിട്ട് വിഹരിക്കുന്നുവോ അവിടെ ഈ ബലവാനും ശ്രീമാനുമായ
വാനരോത്തമൻ രമിക്കുന്നു. പോരിൽ ഒരിക്കലും വീമ്പു പറയാത്ത ക്രഥനൻ എന്ന് പേരാർന്ന യൂഥവനാണ് ഇവൻ. 1000 കോടി വാനരന്മാരാൽ പരിവൃതനായി വാഴുന്ന ഇവൻ സൈന്യം കൊണ്ട് ലങ്ക തകർക്കാൻ ആഗ്രഹിക്കുന്നു. ആനകളും വാനരന്മാരും തമ്മിലുള്ള പൂർവ്വവൈരം സ്മരിച്ച് ഗജേന്ദ്രന്മാരെ പേടിപ്പെടുത്തിക്കൊണ്ട് ഇവൻ ഗംഗാതീരത്ത് സഞ്ചരിക്കുന്നു. യൂഥപതിയും നേതാവും ഗിരിഗുഹാശയനുമായ ഇവൻ കാട്ടാനകളോടും വൻമരങ്ങളോടും അടരാടുന്നു. ഇവിടെ ആനകളും വാനരന്മാരും തമ്മിലുള്ള പൂർവ്വവൈരത്തെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന. പണ്ട് ശംബരസാദൻ എന്നു പേരായിരിക്കുന്ന ഒരു അസുരൻ ആനയുടെ രൂപം ധരിച്ച് മഹർഷിമാരെയൊക്കെ ഉപദ്രവിച്ചിരുന്നു. തുടർന്ന് മഹർഷിമാരുടെ അഭ്യർത്ഥനയെ പ്രേരണയെ മാനിച്ചുകൊണ്ട് ഹനുമാന്റെ പിതാവായിരുന്ന കേസരി ആ ഗജരൂപിയായ അസുരനെ നിഗ്രഹിച്ചു. അങ്ങനെ മുനിമാർ നൽകിയ വരത്തിന്റെ പരിണതഫലമാണ് ഹനുമാന്റെ ജന്മമെന്ന് പറയാറുണ്ട്. അപ്പം അന്നു മുതൽ ആനകളും വാനരന്മാരും തമ്മിൽ നിത്യ വൈരം ഉടലെടുത്തു എന്നും പറയപ്പെടുന്നു. ഇനി വാനരന്മാരുടെ വാഹിനി മുഖ്യനായ ഈ കവിശ്രേഷ്ഠനും ഗംഗാനദിയുടെ സമീപത്തുള്ള മന്ദരോപമായ ഉശീരബീജം എന്ന പർവ്വതത്തില് സ്വർഗത്തില് ഇന്ദ്രൻ എന്ന പോലെ രമിച്ചു വാഴുന്നു. ബീജവിക്രമ ഗർഭിതന്മാരും ശക്തിശാലികളും ഗർജിക്കുന്നവരുമായ 1,00,000 പേര് ഇവനെ അനുഗമിക്കുന്നു. മഹാത്മാക്കളായ ഈ വാനരന്മാരുടെ നേതാവുമാണ് ഇവൻ. രാജാവേ, ദുർധരനായ ഇവൻ പ്രമാദി എന്നു പേരുള്ള യൂഥവനാണ്. കാറ്റടിച്ച മേഘത്തെ പോലെയുള്ള ഇവനെയും വേഗതയേറിയ വാനരന്മാരുടെ വാശിയേറിയ സൈന്യത്തെയും അങ്ങ് കാണുന്നുവല്ലോ. ഇതാ കനത്ത പൊടിപടലം കാറ്റിലുയർന്ന് അരുണവർണ്ണത്തിൽ 4 പാടും പല പ്രകാരത്തിൽ പറക്കുന്നത് കാണൂ. കറുത്ത മുഖമുള്ളവരും മഹാബലവന്മാരും ഘോരന്മാരുമായ ഈ കോലാങ്കുലന്മാര് സേതുബന്ധനം കണ്ട് 100,000 പേരുടെ സംഘങ്ങളായി മഹാവേഗവാനും കോലാങ്കുലനുമായ ഗവാക്ഷൻ എന്ന യൂഥവനോടൊന്നിച്ച് കരുത്തുകൊണ്ട് ലങ്ക തകർക്കാനായിട്ട് ഒരുങ്ങുന്നു. എവിടെയാണോ വണ്ടുകൾ വ്യാപരിക്കുന്നതും സർവകാമഫലങ്ങൾ നിറഞ്ഞതുമായ വൃക്ഷങ്ങളുള്ളത്, തുല്യവർണ്ണമായ ഏതൊരു പർവ്വതത്തെ ചുറ്റിയാണോ സൂര്യൻ സഞ്ചരിക്കുന്നത്, യാതൊന്നിന്റെ ശോഭ കൊണ്ട് തദ്വർണ്ണമാർന്ന് സദാ പക്ഷിമൃഗങ്ങൾ ശോഭിക്കുന്നു, മഹാത്മാക്കളായിരിക്കുന്ന മഹർഷിമാര് ഏതൊന്നിന്റെ താഴ്വരയെ ത്യജിക്കുന്നില്ലയോ, ഏതൊരു പർവ്വതോത്തമത്തില് സർവകാമഫലങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളെ ഫലസമൃദ്ധങ്ങളായും വിശിഷ്ടമായ മധുസുലഭമായും ഭവിക്കുന്നു. രാജാവേ, ആ കാഞ്ചന പർവ്വതത്തിലാണ് വാനര മുഖ്യന്മാരിൽ വെച്ച് മുഖ്യനായ കേസരി എന്ന യൂഥവൻ വാഴുന്നത്. രമ്യങ്ങളായ 60,000 കാഞ്ചന പർവ്വതങ്ങളുണ്ട്. അനഘ, രക്ഷസുകളുടെ നടുവില് അങ്ങെന്ന പോലെ അവയുടെ മധ്യത്തില് ആ ഗിരിവരൻ ശോഭിക്കുന്നു. ആ നല്ല മലയിൽ തന്നെ മുഖം ചുവന്നവരും വെളുത്തവരും ചെമ്പിച്ചവരും തേൻ നിറമാർന്നവരും തീഷ്ണ ദംഷ്ട്രന്മാരും നഖായുധന്മാരുമായ പലതരക്കാര് പാർക്കുന്നു. സിംഹങ്ങളെ പോലെ 4 ദംഷ്ട്രകളുള്ളവരും വ്യാഘ്രങ്ങളെ പോലെ ദുഷ്പ്രാപ്യന്മാരുമായ അവരെല്ലാം അഗ്നിയെ പോലെയുള്ളവരും കോപിച്ച സർപ്പങ്ങൾക്ക് സമന്മാരുമാണ്. നീളമുള്ള വാലുകൊണ്ട് ശോഭിക്കുന്നവരും മതിച്ച ആനകൾക്കൊത്തവരും മഹാപർവ്വത തുല്യന്മാരും മഹാമേഘം പോലെ ഗർജിക്കുന്നവരും തുടുത്ത് മന്നച്ച വട്ടക്കണ്ണുള്ളവരും ഭയങ്കരന്മാരും പെരുത്ത വേഗവും ശബ്ദമുള്ളവരുമായ അവരെല്ലാം ലങ്കയെ തകർക്കാൻ പോകുന്നത് പോലെ നോക്കിക്കണ്ട് നിൽക്കുന്നു. രാജാവേ, അവരുടെ മധ്യത്തിലായി അധിപതിയായ വീര്യവാൻ നിൽക്കുന്നു. ജയാർത്ഥിയായി നിത്യവും ആദിത്യനെ ഉപാസിക്കുന്ന ബുദ്ധിമാനാണ് ഇവൻ. ലോകത്തില് ശതബലി എന്ന വിശ്രുതനാണ് ഇവൻ. സൈന്യം കൊണ്ട് ലങ്കയെ നശിപ്പിക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നു. വിക്രാന്തനും വീരനും ബലവാനും സ്വപൗരുഷത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനുമായ ഇവൻ രാമപ്രിയത്തിനു വേണ്ടി സ്വപ്രാണനോടുള്ള കനിവ് പോലും കൈവെടിഞ്ഞ വാനരനാണ്. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, നളൻ, നീലൻ എന്നീ വാനരന്മാർ ഓരോരുത്തരും 10 കോടി പടകളാൽ ചുറ്റപ്പെട്ടവര്. അതുപോലെ വിന്ധ്യപർവ്വതവാസികളായ വേറെയും വാനരവീരന്മാരുണ്ട്. പരാക്രമശാലികളായ അവരെ പെരുപ്പം മൂലം എണ്ണിത്തീർക്കാനായിട്ട് കഴിയില്ല. സർവേ മഹാരാജ മഹാപ്രഭാവാഹ സർവേ മഹാശൈലനികാശകായാഹ
സർവേ സമർത്ഥാഹ പൃഥിവീക്ഷണേന കർത്തും പ്രവിത്വസ്ത വികീർണശൈലാം. അല്ലയോ മഹാരാജാവേ, എല്ലാവരും മഹാപ്രഭാവശാലികളാണ്, എല്ലാവരും ശൈലതുല്യമായ ശരീരമുള്ളവരാണ്, എല്ലാവരും അല്പനേരത്തിനുള്ളിൽ പൃഥ്വിയിലുള്ള പർവ്വതങ്ങളെല്ലാം തവിടുപൊടിയാക്കാനായിട്ട് വന്നവരാണ്. ഇങ്ങനെ സാരണൻ രാക്ഷസരാജാവായിരിക്കുന്ന ലങ്കേശനായിരിക്കുന്ന ആ രാവണനോട് വാനര പ്രമുഖന്മാരെ പറ്റിയിട്ട് പറയുന്നതാണ് നമ്മൾ ഈ സർഗത്തില് 27ാമത്തെ സർഗത്തില് കേട്ടത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.